പറ്റാത്ത രീതിയിലുള്ള പ്രണയത്തിന് എങ്ങനെ പ്രണയിക്കണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു മതത്തിലും അതിനൊക്കെ ഒരു അതീതമായിട്ടുള്ള പ്രണയം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് പറയാൻ പറ്റില്ല, അത്ര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ക്ലൈമാക്സ്. റിയലി അപ്രീഷിയേറ്റ്. നല്ല പാട്ട്. അതിനെക്കുറിച്ചൊന്നും പറയുന്നത് പക്ഷേ നമുക്ക് ആ പ്രണയം ശരിക്കും മനസ്സിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഏത് പ്രായത്തിലുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പടം. നല്ല പടം. പടം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ബിജു മേനോന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചെറിയൊരു റോള്, കോളേജിന്റെ ഒക്കെ പിന്നെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ. പിന്നെ അല്ലാതെ എല്ലാവരുടെയും അഭിനയമൊക്കെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. എല്ലാവരും പോയി കാണണം. വിഷ്ണുമോഹൻ എഫക്ട് സൂപ്പർ പടം. വിഷ്ണുമോഹൻ എഫക്ട് നല്ല മൂവിയാണ്, നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല കഥയാണ്, ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ഒന്നും പറയാനില്ല. നല്ല സിനിമ, നല്ല ലവ് സ്റ്റോറി. കുറെ നാൾ കൂടി കണ്ടു. കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ബേസിലും ബിജു മേനോന്റെയും മേതിൽ ദേവികയെല്ലാം പെർഫോമൻസ് തകർത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നിഖിലെ നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ആയിട്ട് ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത്. നല്ല പടം. നല്ല ഗൈഡ് ആയിരുന്നു ക്ലൈമാക്സിൽ കേട്ടോ. ഏതൊരു പടം ഒന്ന് മസ്റ്റായിട്ട് വാച്ച് കാണാൻ പറ്റിയൊരു പടം. ഫാമിലി ആയിട്ടും കുടുംബമായിട്ടും എല്ലാം നന്നായിട്ട് കാണാൻ പറ്റിയ പടം. ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ പടം. അല്ല, ബിജുവേനന്റെ ഒരു പക്ക നല്ല കഥാപാത്രം കിട്ടി അറിയാലോ. ബിജുവേനൻ അടിപൊളിയായിട്ട് ചെയ്യും. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. കാരണം അവസാനത്തെ സീനില് പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല പടം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ശ്രീരൻ ഫസ്റ്റ് മൂവി അല്ല, ബട്ട് ആദ്യം ഇറങ്ങുന്ന ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ചൈൽഡ്ഹുഡ് പാർട്ട്ണറായിട്ടാണ് ചെയ്യുന്നത് ബിജു അങ്കിളിന്റെ. ജാനകി എന്ന് പറയുന്ന റോള്. അപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി. എന്താ പറയാ, അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. താങ്ക് യു. ഇത് പ്രധാനമായിട്ടും പ്രണയത്തിനാണ് കൂടുതൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലി എന്റർടൈനറാണ്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റൊമാൻറ്റിക് ഫിലിമാണ്. മീൻ ഒരു ഡ്രാമ റൊമാൻറ്റിക് ജോണറിൽ വരുന്ന ഫിലിമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേതിൽ ദേവിയും ബിജുവനും തമ്മിലുള്ള കോംബോ സീൻസ് ഒക്കെ വളരെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ ബിജുവനും മേതിൽ ദേവിയും തമ്മിലുള്ള കോംബോ സീൻസിൽ ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ 4 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഈ 4 കാലഘട്ടം കാണിക്കുന്നുണ്ട്. എല്ലാ ജനറേഷനും ഇത് പടം ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് നല്ല രസമായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. നല്ല കൈയടിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രാമ റൊമാൻറ്റിക് ജോണറിലുള്ള പടം തന്നെയാണ്. നല്ല പടം. അതായത് ഈ ടൈപ്പിൽ ഇറങ്ങിയ പടങ്ങളൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ മേക്ക് ചെയ്തേക്കുന്ന കണ്ടന്റ് ഉള്ള ഒരു പടമാണ്. അല്ല പടം ഒരു വൺ ടൈം വാച്ചുള്ള മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കഥ ഇതുവരെ അത് പടം ബിജു മേനോന്റെ ഗംഭീര പെർഫോമൻസ് എന്ന് പറയാം. ബിജു മേനോനെ കൊണ്ടാണ്ട് അനുശ്രീ, അതേപോലെ തന്നെ നിഖില എല്ലാവരും കിട്ടുന്നതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖും ഇതിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 3-4 പേരുടെ കഥ പറയുന്ന ഒരു രീതിയാണ് തോന്നുന്നത്. പക്ഷെ അത് ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോ അതൊക്കെ കണക്ട് ചെയ്ത് ഒരൊറ്റ കഥയാക്കിയത് രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ച് മൂവിയായിട്ട് മൂവി പ്രണയത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുന്ന ഒരു സബ്ജക്ട്.